ഹലോ ഗൈസ്, എല്ലാവർക്കും FMT റിവ്യൂസിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ അൺബോക്സിങ്ങിന് പോകുന്നത് LG HBS-FN4 എന്ന ട്രൂലി വയർലെസ് ഇയർബഡ്സ് ആണ്. ഇതിപ്പോൾ വിറ്റ് പോണത് 2500 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ. ഞാനെടുത്തപ്പോൾ 3000 ആയിരുന്നു ഒരു മാസം മുമ്പ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഇതൊക്കെ ഞാൻ പറയാം. ആദ്യം നമുക്ക് അൺബോക്സിങ് ചെയ്ത് തുറത്താം. നമുക്ക് ആദ്യം തന്നെ ഒരു വാറൻറ്റി കാർഡ് കിട്ടും, പിന്നെ യൂസർ മാനുവൽ, പിന്നെ നമുക്ക് ഇയർബഡ്സിൻ്റെ കേസ്. നമുക്ക് ഞാൻ എന്തൊക്കെ ഇട്ട് നോക്കാം. ഇതിൽ പിന്നെ ബോക്സിലുള്ളത് ടിപ്സാണ്. 2 ടിപ്സ് ഉണ്ട്, 2 പെയർ ഓഫ് ടിപ്സ്. പിന്നെ USB Type-C കേബിൾ കിട്ടും. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. കേസിലോട്ട് പോവാം. ബഡ്സിൻ്റെ കേസിനൊരു മാറ്റ് ഫിനിഷാണുള്ളത്. പിന്നെ മുന്നേ തന്നെ ഒരു LED ഉണ്ട്. ഇതാ ഒരു നീല കളർ LED. അത് നമ്മളെ ചാർജ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പെയറിങ് മോഡാക്കിയാലും അത് ബ്ലിങ്ക് ചെയ്യും. പിന്നെ 3 LED ആണ് കളേഴ്സ്, റെഡ്, വയലറ്റ്, ബ്ലൂ. അത് ഒരു ചാർജ് അനുസരിച്ച് മാറും. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ കേസ് ഓപ്പൺ ചെയ്യാൻ അതൊരു മാഗ്നറ്റിക് ഇതാണിതാ, അത് തൊട്ടാൽ തന്നെ അടയും. ഇതാണ് ഇയർബഡ്സ്. നല്ല ലൈറ്റാണ് ആദ്യം തന്നെ ഫീൽ ചെയ്യുമ്പോൾ. പിന്നെ ഇത് നല്ല കംഫർട്ടബിളാണ്. ഞാൻ 3 കാലം യൂസ് ചെയ്താൽ നല്ല കംഫർട്ടബിളാണ്. കുറച്ച് നേരം ഇട്ടാൽ പിന്നെ നമ്മൾ ഇട്ടുകൊണ്ട് തന്നെ മറന്നു പോകും. ഇതിൻ്റെ സ്പെക്സ് ഞാൻ പറയാം. സ്പെക്സ് ബ്ലൂടൂത്ത് 5.0, പിന്നെ AAC കോഡൊക്കെയാണ്. കുറച്ച് പവർ ഹങ്കറി കോഡൊക്കെയാണ്. ഗെയിമിങ്ങിന് ഒന്നും പറ്റില്ല, അത് ലാറ്റൻസി കൂടുതലാണ്. aptX ഇതും LDAC ഉള്ളതുമാണ് ഗെയിമിങ്ങിന് പറ്റുക. ഇതിൻ്റെ ലേറ്റൻസി നല്ല കൂടുതലാണ്. പിന്നെ 6mm ഡ്രൈവേഴ്സാണുള്ളത്. പിന്നെ IPX4 സർട്ടിഫൈഡാണ്. അപ്പോൾ റെയിനിനും ഇതിലൊക്കെ ഉണ്ടായ കുഴപ്പമില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കി, സീനൊന്നുമില്ല, കേടന്നിട്ടില്ല, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കേസ് പക്ഷേ IPX4 സർട്ടിഫൈഡ് അല്ല, ബഡ്സ് മാത്രമാണ് IPX4 സർട്ടിഫൈഡ്. പിന്നെ ഇവിടെയും നമുക്ക് കാണാം. ഇവിടെ ഒരു സെൻസർ ഉണ്ട്. അത് വിയർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെവിയിൽ നിന്ന് ഊരിയ അത് ഓട്ടോമാറ്റിക് പോസ് ആവും ആ മീഡിയ. പിന്നെ ഇട്ടാൽ പിന്നെയും ഓട്ടോമാറ്റിക് പ്ലേ ആവും. അങ്ങനെ വിയർ ഡിറ്റക്ഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തൊട്ട് നമുക്ക് പോസും പ്ലേയും ചെയ്യാം ഓഡിയോകൾ, ഏത് മീഡിയ ആണെങ്കിലും. പിന്നെ അമർത്തി പിടിച്ചാൽ നമുക്ക് പുറത്തുള്ള ശബ്ദം ആംപ്ലിഫൈ ചെയ്ത് കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ ഇതിട്ടാൽ പിന്നെ അധികം പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കില്ല. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ലെങ്കിലും പുറത്തെ ശബ്ദങ്ങൾ അങ്ങനെ കുറവാണ് കേൾക്കാൻ. അപ്പോൾ ആ ഫീച്ചർ നല്ല ഉപകാരമാണ്. പിന്നെ നമുക്ക് ഇതിന് വരുന്നത് ആപ്പായിട്ട് വരുന്നത് LG ടോണിൻ്റെ ഒരു ആപ്പുണ്ട്. LG ടോൺ ഫ്രീ ആറുണ്ട്. അതൊരു ഫ്രീ ആപ്പാണ്. അതിൽ ഈക്വലൈസർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ബാസ് ബൂസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൽ നമുക്ക് ഈ ടച്ച് കൺട്രോൾസ് അനോയിങ് ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് ഓഫാക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് സൗണ്ട് ക്വാളിറ്റിനെ പറ്റി പറയാം. ഇതിൽ സൗണ്ട് ക്വാളിറ്റി ബാസ് കുറവാണ്, അത് ഞാൻ നോട്ടീസ് ചെയ്തു. ബാസ് ഹെവി മ്യൂസിക്കാണ് ഞാൻ കേൾക്കാറ്, അപ്പോൾ ബാസ് കുറവായി തോന്നി. പക്ഷെ വോക്കൽസും ഇതിനൊക്കെ പെർഫെക്റ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കാനാണെങ്കിൽ ഇതെടുത്തോ. 2500 3000 കണക്കാണ്. പിന്നെ വേറെ ബഡ്സ് ഉണ്ട്, റിയൽമി ബഡ്സ് Air 3 ഉണ്ട്, Air 2 ഉണ്ട്. അതിനേക്കാൾ ബെറ്റർ 2500 റേഞ്ചിലാണെങ്കിൽ തന്നെയാണ് ബെസ്റ്റ്. പിന്നെ ബാസ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ബാസ് മെച്ചമുണ്ട്. പക്ഷേ ഈ 2 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെവി വേദനയ്ക്കലടത്തും, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഇട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെതാ നല്ല സിമ്പിൾ ഡിസൈനാണ്, മിനിമലിസ്റ്റിക്കാണ്. പിന്നെ ഇത് ജോഗിങ്ങിന് പോകുമ്പോഴും അങ്ങനെ പോകുമ്പോഴൊന്നും വീഴില്ല, നല്ല ഫിറ്റ് ആയതുകൊണ്ട്. പിന്നെ ഫിറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ 2 ടിപ്സ് തന്നിട്ടില്ലേ, അതെടുത്ത് മാറ്റിയാലും മതി. അത് മിക്ക ആൾക്കാർക്കും ഫിറ്റാവും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബാസ് കുറവാണ്. അപ്പോൾ അത് ബാസ് ഹെവി മ്യൂസിക്കും അത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പറ്റൂല. പിന്നെ ബാസ് മോഡിട്ട് കുറച്ച് ബാസ് കൂടുമെങ്കിലും പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇയർ പെയിനും വരും. അപ്പോൾ 2500 ആണെങ്കിൽ ഇതന്നെ ഉള്ളൂ ആ റേഞ്ചിൽ. പിന്നെ 3000 ആ റേഞ്ചിലാണ് ഉള്ളത്. 3000 ആ റേഞ്ചിൽ റിയൽമി ബഡ്സ് Air 2ഉം Air 3 ആണ്. Air 3 പക്കയാണ്, നല്ല വലുപ്പമുള്ള സ്പീക്കേഴ്സാണ്. അതിൽ 13 mm ആണെന്നാണ് തോന്നുന്നത്. ഇത് 6 mm ആണ്.
അപ്പോൾ എന്തായാലും മറ്റേ ബാസ് കൂടും, വലിയ സ്പീക്കർ ആകുമ്പോൾ ബാസ് കൂടും. അപ്പോൾ അതെടുക്കണാവും നല്ലത്. അതുകൊണ്ട് ബാസ് HBS-FN ആണെങ്കിൽ ഇതെടുക്കരുത് ഞാൻ പറയാം. പിന്നെ സാധാ കാൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതെടുത്തോ. പിന്നെ സാധാ ബാസ് ഇല്ലാത്ത മ്യൂസിക്കും ഇതിൽ വോക്കൽസ് പെർഫെക്റ്റാണ്, പിന്നെ കാൾസും പെർഫെക്റ്റാണ്. അതിന് വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങിക്കോ. പിന്നെ 3 to 4 hour ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതൊക്കെ നോർമലാണ്. കൂടുതലാണെന്നും പറയാൻ പറ്റില്ല, ആവറേജ് ബാറ്ററി ബാക്കപ്പാണ്. പിന്നെ കേസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 പ്രാവശ്യം ചാർജ് ചെയ്യാം. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 10 മിനിറ്റ് കൊണ്ട് 50% ആവും. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാസ് അല്ലാത്ത എല്ലാത്തിനും പൊളിയാണ്. പിന്നെ ഗെയിമിങ്ങിനും പറ്റില്ല, ബ്ലൂടൂത്ത് ആണ്. പിന്നെ AC കൊടുക്കണം, അപ്പോൾ ലേറ്റൻസി ഉണ്ടാവും. അപ്പോൾ ഞാൻ റിവ്യൂ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.